ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന ഒരുപാട് പേര് ഡൗട്ട്സ് മാത്രം ചോദിച്ച് മെസ്സേജ് അയക്കുമ്പം എങ്ങനെയൊക്കെയാണ് അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബയോട്ടിൻ പൗഡറിന് ഇത്രമാത്രം ഡൗട്ട്സും ഇത്രമാത്രം ഡിമാൻഡും ഉണ്ട് എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് ബയോട്ടിൻ പൗഡർ വേണം എനിക്കും കൂടെ ഒന്ന് ബുക്ക് ചെയ്തേക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഡയറക്റ്റായിട്ട് ക്യാഷ് അയച്ച് ഞാൻ പറഞ്ഞിരുന്നു 10-ാം തീയതി മുതൽ 17-ാം തീയതി വരെയാണ് ബയോട്ടിൻ പൗഡറിൻ്റെ ബുക്കിംഗ് എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഓൾമോസ്റ്റ് എനിക്ക് കുറേ കസ്റ്റമേഴ്സ് പൈസ അയച്ചിട്ട് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. കുറേ പേര് എന്നോട് എനിക്കും വേണം കേട്ടോ ബുക്ക് ചെയ്തിട്ടേക്കണേ, ഞാൻ പൈസ പിന്നെ അയക്കാമെന്ന് പറയുമ്പം നമുക്ക് പൈസ അയച്ചവരെയാണ് എനിക്ക് പ്രിഫറൻസ് എടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഞാനിതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കൂടായില്ല, കാരണം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നാട്ടിൽ ചെന്ന് ബാക്കിയുള്ള പ്രോഡക്ട്സിൻ്റെ റീസ്റ്റോക്കും കാര്യങ്ങളും എങ്ങനെയാണ് അതിനനുസരിച്ച് ഇരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പറയാനുള്ള ഈ ബയോട്ടിൻ എന്താണ്, ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്കിന്ന് ഉള്ള ഒരു വിഷയം. അപ്പോൾ എനിക്ക് ബയോട്ടിൻ പൗഡറിൻ്റെ കാര്യങ്ങൾ എന്താ ഫസ്റ്റ് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, വൈകുന്നേരം ചായ കുടിക്കുന്നു, രാത്രി ഫുഡ് കഴിക്കുന്നു. നിങ്ങൾക്ക് എത്ര രീതിയിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റും നിങ്ങളുടെ ശരീരത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളത്? നമ്മളുടെ ഇൻടേക്ക് എന്ന് പറയുന്നത് വലിയ രീതിയിൽ അതിനൊരു പങ്ക് തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലർക്ക് നല്ല രീതിയിലുള്ള മുടി വളർച്ച ഉണ്ടാവും. ചിലർ വെളുത്തിട്ടാണെങ്കിൽ പോലും അവരുടെ സ്കിന്നിന് അത്ര ഹെൽത്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. എപ്പോഴും എണ്ണ വടിഞ്ഞിട്ടും ഒരു തരം ഫ്രഷ്നെസ് ഇല്ലാണ്ടുള്ള ഒരു ഫേസ് ആയിരിക്കും. അതേ സ്ഥാനത്ത് ചിലർ ഇരുനിറമാണെങ്കിലും കാണാൻ തന്നെ നല്ലൊരു ബ്രൈറ്റൻ ഫീൽ കിട്ടും നമുക്ക്. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സ്കിന്നുണ്ട്. അതൊക്കെ അവരുടെ ഇൻടേക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പോൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റീസിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളെന്താ എടുത്ത ഉടനെ പറയാം, അവർ വെയിൽ കൊള്ളുന്നില്ല, AC റൂമിലല്ലേ. മെയിൻ റീസൺ ഇസ് ദ ഇൻടേക്ക് വർക്കൗട്ട്സ് ഒക്കെ വലിയ രീതിയിലുള്ള പങ്ക് നമുക്ക് വഹിക്കുന്നുണ്ട്. നമ്മളുടെ ബയോട്ടിൻ പൗഡറിൽ കൂടുതൽ ബയോട്ടിൻ ലെഗ്മെന്റ്സ്, സീഡ്സ്, നട്ട്സ്, അങ്ങനെയുള്ള ഗ്രെയിൻസ് കാര്യങ്ങൾ നമ്മൾ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഡെയിലി ബേസിസിൽ നിങ്ങളിത് ഇൻടേക്ക് എടുക്കുമ്പോൾ ഗ്രാജ്വലി ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് PCOD, ഹോർമോണൽ ഇംബാലൻസ്, PCOS, തൈറോയിഡ് പോലുള്ള അതായത് അനാവശ്യമായിട്ടുള്ള രോമ വളർച്ച, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, ഹോർമോണൽ ഇംബാലൻസ് കാരണം പീരീഡ്സ് ഇറഗുലർ ആവുക, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ എന്ത് വരും, മുടി കൊഴിയും. മുടി കൊഴിയുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുഖത്ത് പല പാടുകൾ വരാൻ തുടങ്ങും. ഇവിടെ ഡാർക്ക് വരും, ഇവിടെ ഡാർക്ക് വരും, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. അപ്പം നമ്മൾ ഇതൊക്കെ നല്ല രീതിയിൽ, അപ്പം നമ്മൾ ഡോക്ടറെ കാണിക്കുമ്പോൾ അവരെന്താ പറയുക, നമ്മളടുത്ത് പറയും നല്ല ഫുഡ് കഴിക്കാൻ പറയും, പൊരിച്ച കടികൾ ഒഴിവാക്കാൻ വേണ്ടി പറയും, ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കാൻ വേണ്ടി പറയും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നല്ല നല്ല ഫുഡ് കഴിക്കും, പക്ഷെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ബയോട്ടിൻ പൗഡർ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ 10 ദിവസം കഴിച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത്. ചിലർക്ക് ഒരു ഉന്മേഷം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പക്ഷെ നിങ്ങളൊരു 1 to 2 മന്ത് കണ്ടിന്യൂ ആയിട്ട് ഇത് ഇൻടേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ ഫസ്റ്റ് നിങ്ങൾ കാണുക ഹെയറിലുള്ള ചേഞ്ച് ആയിരിക്കും. രണ്ടാമത് നിങ്ങളുടെ സ്കിൻ ഗ്ലോ ആവുന്നത് നിങ്ങൾക്ക് കാണാം. മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പോൾ PCOD PCOS ഒക്കെ ഉള്ളവരാണെങ്കിൽ പീരീഡ്സ് റെഗുലർ ആവാൻ തുടങ്ങും. പിന്നെ ചോദിക്കും, ഇത് നിങ്ങൾക്ക് ഇന്ന് കഴിച്ച് നാളെ റിസൾട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡോണ്ട് ബൈ ദിസ് മാർവാസ് ബയോട്ടിൻ പൗഡർ. ബിക്കോസ് ഞാൻ ഒരിക്കലും ഇതിൽ കെമിക്കൽ പൗഡറോ ഗ്ലൂട്ടാത്തയോണോ ആഡ് ചെയ്തിട്ട് നിങ്ങളിത് 10 ദിവസം കഴിക്കും, നിങ്ങൾ വെളുത്തിട്ട് പാറും എന്ന് ഞാൻ പ്രോമിസ് ചെയ്യില്ല. പക്ഷെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ഒരാളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിർണ്ണയിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ സ്കിന്ന്, ഹെയർ, നഖം, ഇതൊക്കെ. അപ്പോൾ ഈ ബയോട്ടിൻ പൗഡർ എടുക്കുമ്പം ഈ 3 എണ്ണത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചേഞ്ച് കാണാൻ പറ്റും. സ്കിന്നായാലും ഹെയർ ആയാലും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തടി കുറച്ച് കുറയണം എന്നാഗ്രഹിക്കുന്ന, അതായത് ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയണം എന്നാഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? രാത്രി നിങ്ങളുടെ ഡിന്നറിന് പകരം ഒരു 7 മണി ആ സമയമാകുമ്പോൾ ഇതൊരു കുറുക്ക് പരുവത്തിൽ ആക്കിയിട്ട് ഒരു 1.5 സ്പൂൺ 2 സ്പൂൺ, നമ്മൾ ഈ കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കുമല്ലോ, അങ്ങനെ ആക്കിയിട്ട് നിങ്ങളത് ഇൻടേക്ക് എടുക്കുക. കുറച്ച് ലൂസായിട്ടാണെന്നുണ്ടെങ്കിൽ പായസം പോലെ നിങ്ങൾക്ക് കുടിക്കുകയും ചെയ്യാം. ഇത് കഴിക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ഫാറ്റ് കണ്ടൻറ്റ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ബോഡി വെയിറ്റ് ലോസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ
എന്തുകൊണ്ടാണ് ഇന്ന് ഒരു 10 പെൺകുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 7 പെൺകുട്ടികൾക്കും PCOD ഉണ്ട്. കാരണം എന്താണ്? ഫുഡ് ഹാബിറ്റാണ്. ഈ PCOD ഉണ്ടാകുമ്പം മെയിനായിട്ട് വരുന്ന എന്താണ്? വണ്ണം വയ്ക്കും, മുടി കൂടെ കൊഴിയുന്നുണ്ടാകും. ഈ PCOD ഒക്കെ ഉള്ള ആളുകൾ മുടി കൊഴിയുന്നത് കാണുമ്പോൾ അവർക്കൊരു ടെൻഷനാണ്. എന്താ ചെയ്യുക എത്രയും മുടി കൊഴിഞ്ഞു കഴിഞ്ഞാൽ? പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, നിങ്ങൾ മുലപ്പാൽ കൊടുക്കുന്ന, നിങ്ങൾ ഫീഡ് ചെയ്യുന്ന ഉമ്മയാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ച് കഴിക്കാം. നല്ല രീതിയിൽ നിങ്ങൾക്ക് മുലപ്പാൽ ഇൻക്രീസ് ചെയ്യാനും നിങ്ങൾക്കിത് ഹെൽപ്പ് ചെയ്യും. വണ്ണം വയ്ക്കും എന്നുള്ള ടെൻഷനെ നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, ഗർഭിണികൾക്കും കഴിക്കാം. ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഗർഭിണികൾ എങ്ങനെ ഇത് കഴിക്കുക, ഡോക്ടർ എഴുതി തന്നത് കഴിക്കാൻ പറ്റുള്ളൂ, അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട, ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ബയോട്ടിൻ പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയും കടല നല്ലതാണ്, ചെറുപയർ നല്ലതാണ്. എന്താണ് പറയുന്നത്? രാവിലെ നമ്മൾ കടിക്ക് പയറുവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ അത്രയും അത് നിങ്ങൾ ഇന്ന് കഴിച്ച് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് കുറച്ച് കഴിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഡെയിലി ഇൻടേക്സിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഡ്രാസ്റ്റിക് ചേഞ്ച് വരും. അത്യാവശ്യം യൂട്യൂബും കാര്യങ്ങളും യൂസ് ചെയ്യാൻ കഴിയുന്നവരാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നത്. സോ എന്താണ് ബയോട്ടിൻ ഇൻടേക്ക് എടുത്താലുള്ള ബെനിഫിറ്റ് എന്നുള്ളത് വെറുതെ ഒന്ന് നോക്കി നോക്കൂട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഉപയോഗം എത്രയാണ് എന്നുള്ളത്. സോ ആവശ്യമുള്ളവർ ഈ മാസം ഓർഡർ ചെയ്യുന്നവർക്ക് നെക്സ്റ്റ് മന്താണ് ഡെലിവറി ഉണ്ടാകുക. നമ്മൾ ഒരുപാട് പ്രീ ബുക്കിംഗ് എടുത്തിട്ട്, കാരണം കെമിക്കൽ ആഡ് ചെയ്യാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് നമുക്ക് ഉണ്ടാക്കി സ്റ്റോക്ക് വെക്കാൻ പറ്റില്ല. സോ എത്ര ഓർഡർ ഉണ്ടോ അതിനനുസരിച്ചുള്ളത് മാത്രം നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് നെക്സ്റ്റ് മന്ത് നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹോം ഡെലിവറിയാണ് ഇത്. നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ഈ മന്ത് എടുക്കുന്ന ആർക്കും നമ്മൾ ബയോട്ടിൻ പൗഡറിന് നമ്മൾ കൊറിയർ ചാർജ് ഈടാക്കുന്നില്ല. ഓക്കെ, അത്യാവശ്യം നിങ്ങളുടെ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. എല്ലാവരും വാങ്ങിച്ച് മാർവാസിൻ്റെ ഒരുവിധം എല്ലാ പ്രോഡക്ട്സും ഒരുപാട് പേര് വാങ്ങിച്ച് മാഷാ അല്ലാഹ് നല്ല രീതിയിലുള്ള റിസൾട്ട് പറയുന്നുണ്ട്. നെഗറ്റീവ്സ് ഞാൻ ഇങ്ങോട്ട് എടുക്കാറില്ല. എല്ലാവരോടും സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി എന്ന് പറഞ്ഞിട്ട് ഞാൻ വല്ലാതെ വെയിലടിക്കുന്നു. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി എന്ന് പറഞ്ഞിട്ട് ഞാൻ മാത്രം സങ്കടപ്പെട്ടിരുന്നാൽ പറ്റില്ലല്ലോ. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നോമ്പ് നല്ല ആരോഗ്യത്തോടെ നല്ല മനസ്സ്. വെയിലടിച്ചിട്ടാട്ടോ എൻ്റെ മുഖത്തോട്ടേക്ക് ഒരിത് വരുന്നത്. സോറി.